ഓക്കെ, നമസ്കാരം. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. 1996 ഔദ്യോഗികമായി ഞാൻ അധ്യാപകനായി അല്ലെങ്കിൽ അധ്യാപക ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഏതാണ്ട് 87 മുതൽ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകനായിരുന്നു. വളരെ ഗ്രാമീണമായ മരുതുക്കുളങ്ങര എന്ന് പറഞ്ഞൊരു വളരെ ഗ്രാമപ്രദേശത്ത് ജനിച്ച് അവിടുത്തെ സർക്കാർ LP സ്കൂളിൽ, മരുതുക്കുളങ്ങര ഗവൺമെൻറ് LPSലും കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിലും, കോളേജിലാണെങ്കിൽ ഡിഗ്രിക്ക് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലും PG SNലും ഒക്കെ ആയിട്ടുള്ള വിദ്യാഭ്യാസമായിരുന്നു. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തന്നെ കടന്നു വന്ന ഒരാൾ എന്ന തരത്തിൽ എൻ്റെ വീട്ടിനെ സംബന്ധിച്ച് പൊതുവെ എല്ലാവരും ബിസിനസ് രംഗത്താണെങ്കിലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധ്യാപക വൃത്തിയിലേക്ക് പോകാനുള്ളൊരു താല്പര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ അധ്യാപക ജോലി തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 29 വർഷക്കാലത്തെ എൻ്റെ അധ്യാപക ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ അഭിമാനമാണ് തോന്നുന്നത്. കാരണം കേവലം ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഒരു ആവറേജ് വിദ്യാർത്ഥി മാത്രമായിരുന്നുവെങ്കിൽ എൻ്റെ ജോലിയിൽ ഞാൻ ഈ അധ്യാപക ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്നുണ്ടായിരുന്നൊരു ഇതെന്ന് വെച്ചാൽ അധ്യാപക കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസമായിരുന്നു. കാരണം അധ്യാപകൻ്റെ യജമാനും കുട്ടികൾ അടിമ എന്നുള്ള ഒരു സമീപനത്തിലാണ് അന്ന് കാര്യങ്ങൾ പോയതെന്ന് നിങ്ങൾക്കറിയാം. കാണാതെ പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ കാണാതെ ബൈഹാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ആക്ടിവിറ്റി മെത്തഡ് ഓഫ് ടീച്ചിങ് ആണ്. പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കേരളം മാറുന്നത് 1997 ശേഷമാണ്. അപ്പോൾ ആ പഴയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായും തുടർന്ന് മാറി വന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമായി തോന്നുന്നത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് 1996 ജോലിക്ക് പ്രവേശിച്ച് 2014 വർഷത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നതമായ ദേശീയ പുരസ്കാരത്തിലേക്ക് എന്നെ എത്തിച്ചത് കൃത്യമായ ഒരു അധ്യാപകൻ എങ്ങനെയാണ് കുട്ടികളെ അറിവ് പകർന്നു കൊടുക്കേണ്ടത് എന്ന എൻ്റെ വ്യക്തിപരമായ ഒരു അന്വേഷണത്തിൻ്റെ കൂടി ഭാഗമായിട്ട് ഞാൻ നടത്തിയ അന്വേഷണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അത്തരമൊരു അംഗീകാരം എന്നെ തേടി വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. 2004 തന്നെ പുതിയ പാഠ്യപദ്ധതികൾക്കനുസൃതമായി ക്ലാസ് മുറികൾ മാറ്റുന്നതിനാവശ്യമായ ചില പ്രവർത്തനങ്ങൾ, ഒരു വലിയ ഗാലറി പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഹിസ്റ്റോറിക്കൽ റിഫോമേഴ്സിനെ കുറിച്ച്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട്, കേരളത്തിലെ കലാരൂപങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു ഗാലറി ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. 2007 കൊല്ലം ജില്ലയെക്കുറിച്ച്, കേരളത്തിൽ ആദ്യമായിട്ട് കൊല്ലം ജില്ലയെ സമഗ്രമായി പഠിച്ചുകൊണ്ട് ഡോക്യുമെൻ്ററി തയ്യാറാക്കി. ഞങ്ങളുടെ സ്കൂളിലെ ഏതാണ്ട് 16 കുട്ടികളും 14 അധ്യാപകരും 12 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിലൂടെ കൊല്ലം ജില്ലയാകെ സന്ദർശിച്ചുകൊണ്ട് എടുത്ത കുട്ടികളുടെ ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം 2009 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ജ്യോതിശാസ്ത്ര ലാബ് എൻ്റെ സ്കൂളിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേയേറെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടൊരു പ്ലാനറ്റോറിയം ഒരു സ്കൂളിൽ, സാധാരണ ഒരു സർക്കാർ സ്കൂളിൽ പ്ലാനറ്റോറിയം തുടങ്ങുന്നത്, അതിന് നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ചവറ പന്മനമനയിലാണ് ആദ്യത്തെ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത്, ഉദ്ഘാടനം ചെയ്തത്. തുടർന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റോറിയം മലപ്പുറത്ത് തവനൂരിൽ വളരെ വലിയൊരു പ്ലാനറ്റോറിയം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിവിടെ ഈ ഇരിക്കുന്ന സ്കൂളിൽ, ചിത്രവിലാസ സ്കൂളിൽ 3ാമത്തെ പ്ലാനറ്റോറിയം പൂർത്തിയാക്കിയ. അപ്പോൾ ഇത്തരം പ്ലാനറ്റോറിയങ്ങൾ, ഇത്തരം സയൻസ് ലാബുകൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഈ കുട്ടികൾക്ക് കണ്ടും കേട്ടും കാര്യങ്ങൾ, പണ്ട് നമ്മൾ ഒരു ചോക്കെടുത്ത് കാണിച്ചിട്ട് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നൊരവസ്ഥയിൽ നിന്ന് ഒരിക്കലും 2 ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന വെള്ളമാവുന്ന കുട്ടി കാണുന്നില്ല ക്ലാസ് മുറിയിൽ, പറഞ്ഞ് അധ്യാപകൻ വെക്കുകയാണ്. അപ്പോൾ സയൻസ് ഉൾപ്പെടെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ ഉൾപ്പെടെ, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ ഉൾപ്പെടെ കുട്ടികൾ പ്രവർത്തനാധിഷ്ഠിതമായി ക്ലാസ് റൂമിൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ അത് ബോധ്യപ്പെടൂ എന്നുള്ള എൻ്റെ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല, 10-20 വർഷമായിട്ട് അധ്യാപകർ ക്ലാസ് എടുക്കുന്ന ഒരാളെന്നുള്ള തരത്തിൽ അധ്യാപകർ എൻ്റെ മുന്നിൽ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൂടിയുള്ള പരിഹാരമായിട്ട് ഞാൻ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി സയൻസിലെ വിവിധ വിഷയങ്ങൾ, സോഷ്യൽ സയൻസിലെ വിവിധ വിഷയങ്ങൾ എങ്ങനെ സിമ്പിളായിട്ട് അധ്യാപകർക്കും കുട്ടികൾക്കും എത്തിക്കാമെന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എൻ്റെ സ്കൂളിൽ തന്നെ കേരളത്തിലെ ആദ്യത്തെ ജ്യോതിശാസ്ത്ര ലാബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ രംഗത്ത് വളരെ മുന്നോട്ട്, അതായത് എങ്ങനെയാണ് ഒരു ആക്ടിവിറ്റി മെത്തഡ് ഓഫ് ടീച്ചിങ് ക്ലാസ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഒരു മാർഗ്ഗമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു കാര്യം കൂടി ചൂണ്ടി കാണിക്കാനുള്ളത്, നമ്മുടെ ശാസ്ത്ര വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ തന്നെ പലപ്പോഴും നമ്മൾ സയൻറ്റിഫിക് ടമ്പർ എന്നൊക്കെ പറയും, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പഠിപ്പിക്കുന്ന സയൻറ്റിഫിക് ടമ്പർ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞാലും പലപ്പോഴും അധ്യാപകർ അത് വേണ്ട രീതിയിൽ കൈമാറില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി പരിഹരിക്കാവുന്ന രീതിയിൽ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ഒരു ശാസ്ത്ര അറിവ് അവരുടെ മനസ്സിൽ ഉറയ്ക്കുന്ന തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. പുതിയതായി അധ്യാപക മേഖലയിലേക്ക് കടന്നു വരുന്നതോടെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം,
നമ്മളൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനപ്പെട്ട BEd സെൻറ്ററിലും TTC സ്ഥാപനങ്ങളിലുമൊക്കെ പഠിക്കാൻ കുട്ടികൾ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അതല്ല അവസ്ഥ. കേരളത്തിലെ BEd സെൻറ്ററുകളിലായിരുന്നാലും TTCക്ക് പഠിക്കാൻ ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരുന്ന തരത്തിലേക്ക് വലിയ എമൗണ്ട് കൊടുത്തു പോലും പഠിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ താല്പര്യത്തോടെ ആളുകൾ മുന്നോട്ട് വരുന്ന അവസ്ഥയിലേക്ക് വന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിലെ 8 വർഷങ്ങൾക്ക് മുമ്പ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളിലും ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടങ്ങളും അതുപോലെ IT അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയതിൻ്റെ ഭാഗമായിട്ട് ഒരു കാലത്ത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ച് സർക്കാർ സ്കൂളുകളിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ വലിയ കടന്നുവരവ് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പുതിയതായി ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പണ്ട് നമ്മൾ ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷനായിട്ട് പോകുന്നൊരു കാലത്ത് നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ഏറ്റവും വലിയ ഉയർന്ന സാങ്കേതിക വിദ്യകൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണകളുള്ള കുട്ടികളെ നമ്മളൊരു യജമാനെ പോലെ സമീപിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് അവരെ നമ്മൾ ഒരു ഫെസിലിറ്റേറ്ററായിട്ട്, ഒരു മെൻറ്ററായിട്ട് നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടതുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് വരണമെങ്കിൽ പുതിയ തലമുറ കടന്നു വരണമെന്നാണ്. ഞങ്ങളെപ്പോലെയുള്ള പഴയ തലമുറയേക്കാൾ കൂടുതൽ ഈ സാങ്കേതിക വിദ്യകളെ സംബന്ധിച്ചുള്ള അറിവുള്ളത് പുതിയ തലമുറയ്ക്കാണ്. അപ്പോൾ നിങ്ങളെ വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, പലപ്പോഴും പുതിയതായ അധ്യാപകരായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടത്ര വായനയും പഠനവും ഇല്ലാത്തൊരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. കേവലം നമ്മൾ BEd എടുത്തതുകൊണ്ടോ TTC എടുത്തതുകൊണ്ടോ കാര്യമില്ല. നമ്മുടെ ക്ലാസ് മുറിയിൽ നമ്മൾ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തന അധിഷ്ഠിതമായ ക്ലാസ് മുറികൾ ഒരുക്കണമെങ്കിൽ നമ്മൾ സ്വയം എക്വിപ്ഡ് ആവേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസൃതമായ ഒരു 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 കടന്നുവരവായിരിക്കണം നിങ്ങൾ. ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു മേഖല. പണ്ട് നമ്മൾ അധ്യാപക ജോലി ഏറ്റവും സുഖകരമായൊരു ജോലിയാണെന്ന് കരുതുന്നെങ്കിൽ അത്ര സുഖകരമായ ജോലിയൊന്നുമല്ല എന്ന ബോധ്യത്തിലാണ് കടന്നു വരേണ്ടത്. അല്ലാതെ ഇവിടെ വന്ന് നമുക്ക് സുഖമായിട്ടിരിക്കാൻ, ക്ലാസ് മുറിയിൽ ഇരുന്നാൽ മതി, നമുക്ക് ശമ്പളം 1-ാം തീയതി കിട്ടും എന്ന ഒരു കാലഘട്ടം മാറി നമ്മൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു മേഖലയാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജോലിയല്ല, ഒരു സേവന മേഖലയാണ്. നമുക്ക് ശമ്പളം കിട്ടും എന്നുള്ളത് കൊണ്ട് ഇത് നമ്മളൊരു തൊഴിലായി മാത്രം കാണാതെ ഒരു സേവനമായി കാണാൻ കഴിയുന്നവർ മാത്രമാണ് ഈ മേഖലയിലേക്ക് വരേണ്ടത്. അല്ലാതുള്ളവർ മറ്റേത് മേഖലയിലേക്ക് പോയാലും അധ്യാപന മേഖലയിലേക്ക് വരരുതെന്നാണ് എനിക്ക് പറയാം. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു മാറ്റം, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു തലമുറ 90-കളിൽ 95-കളിലൊക്കെ ജോലിക്ക് കയറിയവരെല്ലാം ഇപ്പം പുറത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 25,000-ത്തിലധികം അധ്യാപക വേക്കൻസിയാണ് ഒഴിവ് വന്നത്. അപ്പോൾ വരും വർഷങ്ങളിലും അത് ഏതാണ്ട് അങ്ങനെ തന്നെ തുടരും. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് പഠിച്ചു നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് കടന്നു പറയാവുന്ന ഒരു മേഖലയായിട്ട് അധ്യാപന മേഖല മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ അധ്യാപകരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇനി ഈ മേഖല, പണ്ട് നമ്മൾ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ അധ്യാപകർ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മാഷേ ഈ ഒടിഞ്ഞ ബെഞ്ചും തെളിയാത്ത ബ്ലാക്ക് ബോർഡും തകർന്ന കെട്ടിടങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം രക്ഷിക്കുക? അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് പലപ്പോഴും അധ്യാപകർ തിരിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എങ്ങനെയാണ് ഈ തകർന്ന കെട്ടിടങ്ങളുടെയും ഒടിഞ്ഞ ബെഞ്ചിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ നമ്മൾ രക്ഷിക്കുക? ഈ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ ഉന്നതമായ സൗകര്യങ്ങളുള്ളപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുക എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിലുള്ള അത്രയും പോലും സൗകര്യങ്ങൾ കേരളത്തിലെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലില്ല. കേരളത്തിലെ കരുനാഗപ്പള്ളി സെൻട്രലിലൊക്കെയുള്ള സ്കൂളുകളിൽ 10, 100, 110 ക്ലാസ് മുറികൾ ഹൈടെക് മുറികളാണ്. കരുനാഗപ്പള്ളി ഏറ്റവും പ്രധാനപ്പെട്ട അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലൊക്കെ 3-4 മുറിക്കപ്പുറത്ത് ഹൈടെക് ക്ലാസ് മുറികളില്ല. അപ്പോൾ ഈ ഭൗതിക സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി ഈ മേഖലയെ തകർക്കണമെങ്കിൽ വേറെ ആരും വിചാരിക്കേണ്ട, അധ്യാപകർ മാത്രം വിചാരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഓരോരുത്തരും ബോധ്യപ്പെടും. ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭൗതിക സൗകര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് മാത്രം പൊതുവിദ്യാഭ്യാസം രക്ഷപ്പെടാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ കടമകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നുവെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ലോകോത്തരമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. സെപ്റ്റംബർ 5 നമുക്കറിയാവുന്നതുപോലെ ഡോക്ടർ S. രാധാകൃഷ്ണൻ ജന്മദിനം, ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനം, അത് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു അധ്യാപക ദിനം കടന്നു വരികയാണ്. ഈ അധ്യാപക ദിനത്തിൽ സ്കൂളുകളിലോ കോളേജുകളിലോ മാത്രമല്ല, അധ്യാപനം എന്ന സേവനം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും, ഇനി ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, മുഴുവൻ ആളുകൾക്കും ഈ അധ്യാപക ദിനത്തിൽ ആശംസകൾ നേരുന്നു.